നല്ല ഫാന്റാസ്റ്റിക്. ആ ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പൊക്കെ ഉണ്ടോ? ഹൈപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്യാവശ്യം നല്ല പടമായിരുന്നു. ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഇറ്റ്സ് മോർ ലീൻ ടുവേർഡ്സ് ദ ഫാമിലി സൈഡാണ്, ബട്ട് സ്റ്റിൽ വർത്ത് വാച്ച്. തണ്ടർബോൾട്സ് കഴിഞ്ഞ് നല്ലൊരു പടം തന്നെയാണ്. പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഒരു രക്ഷയില്ല. അത് കണ്ടിട്ട് ഇറങ്ങി വന്നത്. അത് എനിക്ക് ഒരു ഊഹം ഉണ്ടായിരുന്ന ഇറ്റ് വാസ് ട്രൂ. അതെ, ഞാൻ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ഏറ്റവും വലിയ സർപ്രൈസ്. അത് കാണുന്നവർ എന്തായാലും കൈയടിക്കും, കൂവി വിളിക്കും. നല്ല രസമുണ്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് വലിയ പറ്റില്ല, എന്നാലും കാര്യങ്ങളൊന്നുമില്ല. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് എല്ലാവർക്കും പുറത്തായിരിക്കും. ബിലോ ആവറേജ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അത്ര ഒരു ഹൈപ്പ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുത്തോ ഒന്നും പടമൊന്നുമില്ല. ഇത്രയും ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, വലിയ ഫൈറ്റോ കാര്യമൊന്നുമില്ല. ബോറൊന്നും ഓടിക്കും, ഇവിടെ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഡീസൻ്റ് ഒരു മുൻഡേ മാച്ച്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൗണ്ട് എഫക്ട് എല്ലാം കൂടിയാണ്. 3Dയും ഓക്കെ, അല്ലാത്ത പക്ഷം അങ്ങനെ ഒന്നും എടുത്തു പറയാൻ വേണ്ടിയൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. ക്ലൈമാക്സിലുള്ള കാര്യം ഞാൻ പറയാനില്ല. ഒരു 2-3 സെക്കൻഡ് അതെന്തായാലും ഓഡിയൻസിനെല്ലാം കുറച്ച് എനർജി ആക്കിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് പഴയ ഓൾഡ് വേർഷൻസ് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കില്ല, പക്ഷെ കുഴപ്പമില്ല. ഒരു ക്ലീശയെന്ന് മാറി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത്ര ഇല്ല, കാണാനൊന്നുമില്ല. ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഓവറോൾ കൊള്ളാം. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ? എല്ലാം നല്ല ഇതായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ലാസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്, നല്ല ക്വാളിറ്റി ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? പോസ്റ്റ് ക്രെഡിറ്റ്സ് ഒക്കെ സൂപ്പറാണ്. എല്ലാവരും ഓക്കെ, തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല ബിഗ് സ്ക്രീൻ തന്നെ മാക്സ് ബെസ്റ്റ്. പെഡ്രോ പാസ്കൽ അടിപൊളിയായിട്ട് എല്ലാവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എല്ലാം കിടിലം. ലൈക്ക് മാർവൽ കുറച്ചും കൂടെ ഫാമിലി ബേസിസ് ആൻഡ് ടീംസിലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, അത് കൂടുതലൊന്നുമില്ല. പിന്നെ പോസ്റ്റ് അടിച്ച് പോകാം, എനിക്കടിച്ച് മോശമാണ്. അപ്പോൾ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. ഓക്കെ, എങ്ങനെയാണ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് റീഡ് റിച്ചാർഡ്സ് പോരെ, അപ്പോൾ ആ ക്യാരക്ടർ പോലെ റിച്ചാർഡ്സ് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒന്നും കറക്റ്റ് ചെയ്യില്ല. ബാക്കി ഓക്കെ, വലിയ കുഴപ്പമില്ല. വിഷ്വൽസ് ഒക്കെ നൈസ്. അത് തന്നെയാണ് അവിടെ പറഞ്ഞത്. പൂർ പടത്തിൽ ആകെ എൻക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ കൊള്ളാന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പടം ഒന്നുമില്ല. ചുമ്മാ ഭയങ്കര ലാഗ്, ഒരു രക്ഷയില്ലാത്ത ലാഗ്. എക്സ്പീരിയൻസ് ഒക്കെ ഒരു സ്റ്റാൻഡ് ലോൺ ഫിലിമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ഫെന്റാസ്റ്റിക് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. പക്ഷേ തോറൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിന്റെ ഒരു 7 അയലത്ത് എത്തൂല. ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു എൻക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ. അതും ഫേസ് റിവീലിംഗ് അല്ല, ബാക്കിയുള്ളത് വന്ന് കാണണ്ടേ. ഓഡിയൻസിനെ കണക്ട് ആവുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി ഞാൻ മാർവൽ ഫാനാണ്, രാവിലെ മഴയത്ത് വന്നതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം ഇഷ്ടപ്പെട്ടില്ല.